ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉജാല വെച്ചിട്ട് എങ്ങനെയാണ് കാലിഗ്രഫി ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലിഗ്രഫീൻ്റെ വീഡിയോസിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒരു നോർമൽ പെന്ന് വെച്ചിട്ടും ഒരു നോർമൽ ബ്രഷ് വെച്ചിട്ടും കാലിഗ്രഫി ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കാലിഗ്രഫീൻ്റെ കാർഡ്സ് ചെയ്യാമെന്നും കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. കാലിഗ്രഫി വീഡിയോസിന് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു തന്നത്. കുറേ പേര് ഇനിയും കാലിഗ്രഫീൻ്റെ വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു നിങ്ങൾ തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം കാലിഗ്രഫീൻ്റെ വീഡിയോസിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, ചേച്ചി അക്രലിക് കളേഴ്സിന് പകരം വാട്ടർ കളേഴ്സോ പോസ്റ്റർ കളേഴ്സോ യൂസ് ചെയ്യാമോ എന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊരു പ്രശ്നവുമില്ല. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു കളേഴ്സും ഇല്ലെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉജാല വെച്ചിട്ടാണ് നമ്മളിന്ന് കാലിഗ്രഫി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേര് കമൻസിലൂടെ വേറൊരു റിക്വസ്റ്റും ചെയ്തിരുന്നു, ചേച്ചി ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ കാലിഗ്രഫി ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉജാല വെച്ചിട്ട് എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ കാലിഗ്രഫി ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം കാലിഗ്രഫി ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നോർമൽ ഡയറി, പിന്നെ ഒരു പെൻസിൽ, ഇറേസർ, ബ്രഷ്, ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ പെയിൻറ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉജാലയും കുറച്ച് വെള്ളവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാലിഗ്രഫി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 to 4 ഡ്രോപ്സ് ഉജാലയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല. കാലിഗ്രഫി പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് വേവ് ലൈൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യം വേവ് ലൈൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ 0 സൈസ് പോയിൻറ്റഡ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ ബ്രഷ് ഇതുപോലെ പോയിൻറ്റഡ് ആയിരിക്കണം. നമ്മൾ കാലിഗ്രഫി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും ആണ്. നിങ്ങൾ കാലിഗ്രഫീൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് എവിടേക്കാണോ മേലോട്ട് പോകുന്നത് അതിന് നമ്മൾ അപ്പ് സ്ട്രോക്സ് എന്നാണ് പറയുന്നത്. അപ്പ് സ്ട്രോക്ക് വരയ്ക്കുമ്പം നമ്മൾ എപ്പോഴും ബ്രഷ് ലൈറ്റായിട്ടാണ് പിടിക്കേണ്ടത്. അപ്പ് സ്ട്രോക്ക് വരയ്ക്കുമ്പം നമ്മളുടെ ബ്രഷ് ഒരു 90 ഡിഗ്രിയിൽ വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് എവിടേക്കാണോ ഡൗൺവേർഡ് മോഷൻ ചെയ്യുന്നത്, അതായത് താഴോട്ട് പോകുന്നത്, അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡൗൺ സ്ട്രോക്ക് വരയ്ക്കുമ്പം നമ്മൾ ബ്രഷ് ഒരു 45 ഡിഗ്രിയിൽ വേണം ഹോൾഡ് ചെയ്യാൻ. കാലിഗ്രഫി ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 വീക്സ് ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ വേർഡ്സ് എഴുതുമ്പോൾ നമുക്ക് ബ്രഷ് ഹോൾഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്താലും ഇപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാൾ എഴുതാതെ ഡയറക്റ്റായിട്ട് എഴുതുമ്പോൾ നമ്മുടെ കൈ പെട്ടെന്ന് ബ്രഷുമായിട്ടും പേപ്പറായിട്ട് വഴങ്ങത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ഈ അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും വേവ് ലൈൻസും വരച്ച് പഠിക്കണം. ഡൗൺ സ്ട്രോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ലൈറ്റ് ആയിട്ടൊരു പ്രഷർ കൊടുക്കണം. അപ്പ് സ്ട്രോക്ക് ചെയ്യുമ്പം നമ്മൾ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്കായിട്ട് യൂസ് ചെയ്യുന്നത് ഉജാലയാണ്. അത് ഉജാല ഡയല്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കത് ബ്രഷ് മൂവ്മെൻറ്റ് കുറച്ച് പാടായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഇങ്ക് തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഉജാലേൻ്റെ ഇരിക്കുന്നത്. ഞാനിത് ഡയല്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. അധികം ഡയല്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കളർ ഫേഡാവും, അല്ലെങ്കിൽ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ അപ്പ് സ്ട്രോക്സും ഡൗൺ സ്ട്രോക്കും വേവ് ലൈൻസും നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോ ആൽഫബറ്റ്സും എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഞാൻ ഓരോ ആൽഫബറ്റും എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും എഴുതുന്നതെന്ന് കാണിക്കാം.
അപ്പോൾ നമ്മൾ നോർമൽ ഡയറി തന്നെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് റെഫറൻസ് ലൈൻസ് ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഡയറീൻ്റെ ഈ 2 ഗ്യാപ്പിന് ഞാൻ എസെൻറ്റേഴ്സ് എന്നും ഈ 2 ഗ്യാപ്പിന് ഞാൻ എക്സ് ഹൈറ്റ് എന്നും ഈ 2 ഗ്യാപ്പിന് ഞാൻ ഡിസെൻറ്റേഴ്സ് എന്നുമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഇതൊന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ ഒരു എളുപ്പമാണ്. നിങ്ങളത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രഷ് വെച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക, എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ലെറ്റേഴ്സും പെൻസിൽ വെച്ചിട്ട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ബ്രഷ് വെച്ചിട്ട് എഴുതാം. നമുക്ക് ഓരോ ലെറ്റേഴ്സ് എഴുതി തുടങ്ങാം. നമ്മൾ എവിടേക്കാണോ അപ്പ് സ്ട്രോക്സ് ചെയ്യുന്നത് അവിടെ ബ്രഷ് പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുക. എവിടേക്കാണോ ഡൗൺ സ്ട്രോക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു 45 ഡിഗ്രിയിൽ ബ്രഷ് ബെൻഡ് ചെയ്തിട്ട് വരയ്ക്കുക. ഇങ്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ ബ്രഷ് ഒരിക്കലും ഇത്രയും അധികം ഇങ്ക് എടുക്കരുത്. എപ്പോഴും നമ്മളുടെ ബ്രഷ് നല്ല പോയിന്റഡ് ആയിട്ടിരിക്കണം, ഇതുപോലെ.
അപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് A to Z കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും. കാലിഗ്രഫി പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ ആൽഫബറ്റ്സ് A to Z ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേണം ഓരോരോ വേർഡ്സും ഓരോരോ കോഡ്സും എഴുതി തുടങ്ങാൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉജാല വെച്ചിട്ടാണ് നമ്മളിതെല്ലാം പെയിൻറ്റ് ചെയ്തത്. ഉജാല കാലിഗ്രഫി ചെയ്യാനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കാലിഗ്രഫി കാർഡ്സ് ഉണ്ടാക്കാനും വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനെ ചെയ്ത കുറച്ച് വർക്ക്സ് ആണിത്. ഈ 3 കാർഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ ഉജാല വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോ അതിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത കുറച്ച് വർക്ക്സ് ആണിത്. വർക്ക്സ് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറേ പേര് എനിക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ചു ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്ന്. അതറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലോ അയച്ചു തരിക. അപ്പോൾ നിങ്ങളുടെ വർക്കൊക്കെ കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.